അല്ല, മുൻ ശരി, ശരിയാണ്. ഇപ്പോൾ മുൻ തിരുവാഭരണം കമ്മീഷണർ ശ്രീ ജി ബൈജു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹം 2021-22 കാലയളവിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്നു. ശ്രീ ജി ബൈജു, താങ്കളിപ്പോൾ പഴി കേൾക്കുന്നുണ്ട്. കാരണം മറ്റൊരു ബൈജു, അദ്ദേഹമായിരുന്നു ഈ തട്ടിപ്പ് നടന്ന സമയത്തെ തിരുവാഭരണം കമ്മീഷണർ. പക്ഷെ താങ്കളുടെ കാലത്ത് ഇതേക്കുറിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ ശ്രീ ജി ബൈജു? ഞാൻ 23 കാലഘട്ടത്തിലാണ് അവസാനം, അതെ 22-23 കാലഘട്ടത്തിലാണ് ഞാൻ തിരുവാഭരണ കമ്മീഷൻ ആയിട്ടിരുന്ന ആള്. പക്ഷേ ഈ 2019 തിരുവാഭരണ കമ്മീഷൻ ആയിരുന്ന ശ്രീ എന്റെ അന്നത്തെ തിരുവാഭരണ കമ്മീഷൻ ആയിരുന്ന KS ബൈജു ആയിരുന്നു. അപ്പോ അന്നത്തെ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷൻ, അദ്ദേഹത്തിന് ശേഷം വീണ്ടും RG രാധാകൃഷ്ണനുമായി ശേഷം പിന്നെ ജയശ്രീ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ തിരുവാഭരണ കമ്മീഷനായിട്ട്, അജിത്തും കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും തിരുവാഭരണ കമ്മീഷനായിട്ട് അവിടെ വരുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചാനലുകൾ ഉൾപ്പെടെ വ്യാപകമായി ഇത് ഞാനാണ് എന്നുള്ള ഒരു തരത്തിൽ ഉള്ള ഒരു വ്യാപകമായ പ്രചരണം നടക്കുകയും, കാരണം അത്യാവശ്യം ദേവസ്വം ബോർഡ് ഇത്തരം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷനും അവിടെ സംഘടനാ ബോർഡിനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്റെ പേര് പുറത്തോട്ടൊക്കെ അറിയാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഇതുമായി ഞാനങ്ങോട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ഒരു കാരണം കൂടിയുണ്ട് ശ്രീ ജി ബൈജു, ഈ തിരുവാഭരണം കമ്മീഷണർ, ഈ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, ഇവരൊക്കെയാണ് പ്രശ്നക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുവാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരും പിന്നെ സർക്കാരിന്റെ പ്രതിനിധികളുമൊക്കെ മന്ത്രിമാർ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തിരുവാഭരണം കമ്മീഷണറായിരുന്ന താങ്കൾക്ക് നേരെയും വരുന്നത്. അത് അല്ല, എന്റെ കാലഘട്ടത്തില് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വർഷക്കാലം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാക്ഷേപങ്ങളും എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം വാസ്തവമായി വളരെ കൃത്യമായിട്ടറിയാം. ഇതിന് കൃത്യമായ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്ത് നടത്തി കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം, ശബരിമലയിൽ മല്ലയ്യ പിന്നെ വിജയമല്യ അവിടെ സ്വർണം പൂശി, അതിന്റെ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ 18-ാം പടി പഞ്ചലോഹം പൊതിഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വാസാറോടെ ഉള്ള കമ്മീഷനായിട്ടുള്ള സമയത്താണെന്ന് തോന്നുന്നു അവിടെ ഉപദേവാലയങ്ങളിൽ കുമരൻ ചെന്നൈയിൽ നിന്ന് വന്ന് അദ്ദേഹം പിന്നെ ഉപദേവാലയങ്ങളിൽ സ്വർണം പൂശി. അതേപോലെ തന്നെ പിന്നെ ശബരിമലയിൽ കൊടിമരം ഹൈക്കോടതിയുടെ ഒരു കമ്മീഷന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ടായി. പക്ഷെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും 2023 ശ്രീ അനുഭവ സാറ് പ്രസിഡന്റായിരുന്നപ്പോഴാണ് ഞാൻ അവിടെ തിരുവാഭരണ കമ്മീഷനായിട്ടിരുന്നത്. അന്ന് അവിടുത്തെ ബഹുമാന്യനായ ആരാധനായ ക്ഷേത്ര തന്ത്രി എഴുതി തന്നു, രാജീവര് തിരുമേനിയാണ് എഴുതി തന്നത്, ശ്രീകോവിലിന് ചോർച്ചയുണ്ടെന്ന്. നമ്മളപ്പം തന്നെ അവിടെ പോയി ഇത് പരിശോധിച്ചതിന് ശേഷം എന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അന്ന് കേരള ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ അന്ന് ശ്രീ മനോജ് സാറായിരുന്നു, അദ്ദേഹം മുഖാന്തരം നമ്മൾ ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ ഇത് മാത്രമല്ല, ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ നമുക്ക് തന്നു. അത് ചെയ്യുന്നതിന് അതിന് ഫുള്ളി വീഡിയോ റെക്കോർഡ് ചെയ്യണം. അവിടെ വിജിലൻസ് പാലിച്ചില്ലല്ലോ. ഈ കഴിഞ്ഞ മാസം ഞങ്ങളത് 2023 ഞങ്ങളത് കൃത്യമായി പാലിച്ചു. ഞങ്ങൾ ആ നടപടി കേരള ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ യോഗദണ്ഡ്, ജപമാല, മുദ്രമാല അതെടുത്തുകൊണ്ട് പോയ സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നോ? അത് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്ന വാദം തീരെ ശരിയല്ല. ജപമാല എന്ന് പറയുന്ന സംഭവം മനുഷ്യർക്ക് പറഞ്ഞു കേട്ടോ. ജപമാല എന്ന് പറയുന്നത് അവിടെ അതിന്റെ ജപമാല എടുത്ത സമയത്ത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ബഹുമാനായ തന്ത്രി പറഞ്ഞു അതുപോലെ യോഗദണ്ഡന്റെ ചുറ്റ് താഴോട്ട്, കാരണം ദീർഘകാല ദിവസം താഴോട്ട് പോയി, അത് ഒന്ന് റിപ്പയർ ചെയ്യണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടു. ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ അത് എടുത്തു. അത് പിന്നെ വിജിലൻസ് SP പിന്നെ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ സ്പെഷ്യൽ കമ്മീഷനെ നമ്മൾ വിവരം അറിയിച്ചിരുന്നു. വീഡിയോ ഇതുണ്ടായിരുന്നു, ദേവസ്വം സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, തന്ത്രിയും മേൽശാന്തിയും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ട മഹസറുണ്ട്. അവരുടെ മുന്നിൽ വെച്ചെടുത്ത് എക്സിക്യൂട്ടീവ് ഓഫീസിനോട് ചേർന്നുള്ള മുറിയിൽ ആ VIPമാരെ അല്ല, സ്പെഷ്യൽ കമ്മീഷണർ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത് ഹൈക്കോടതി ആ നടപടി അംഗീകരിക്കുകയും ചെയ്തു.
പക്ഷെ കഴിഞ്ഞ ഉത്തരവിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തത്. അത് പക്ഷേ കഴിഞ്ഞ മാസം ഒന്നും പാലിച്ചില്ല. അതിന് നടപടി അത് ശബരിമല ക്ഷേത്ര സമുച്ചയം വിട്ട് തൊട്ടപ്പുറത്ത് ആ മുറി വിട്ട് എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. അത് ശരി, നന്ദി ശ്രീ ജി ബൈജു. എന്തായാലും താങ്കൾ ഈ ക്രമക്കേട് നടന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണർ ആയിരുന്നില്ല, അത് മറ്റൊരു ബൈജു ആയിരുന്നു. താങ്കൾക്ക് നേരെ ആക്ഷേപങ്ങൾ വരുന്നത് ഈ പേരിലുള്ള പ്രശ്നം കാരണമാണ്. ശരി, ശ്രീ അനിൽ വെബിളയിൽ താങ്കൾക്ക് അവസാനിപ്പിക്കാം. ശ്രീ എൻ